ഹലോ നമസ്കാരം ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. അങ്ങനെ നരിവേട്ട എന്ന് പറഞ്ഞ സിനിമ കണ്ടിരിക്കുകയാണ്. നമ്മുടെ അനുരാജ് മനോഹർ ആണ് ഇതിൻ്റെ ഡയറക്ടർ. അതെ, ഇഷ്കിൻ്റെ ഡയറക്ടറാണ്. പിന്നെ റൈറ്റർ എബിൻ ജോസഫ്. അഭിനയിച്ചിരിക്കുന്നത് ടൊവിനോ തോമസ്, സുരാജ് വെഞ്ഞാറമൂട്, ആര്യ സലീം, ചേരൻ. മനസ്സിനുള്ളിൽ ദാഹം എന്നുള്ള ആ പാട്ടൊക്കെ അങ്ങനെയാണ് അഭിനയിച്ചത്. അങ്ങനെ ഒരുപാട് പേര് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ബാദുഷയാണ് പ്രൊഡ്യൂസർ, ജെഎക്സ് ബിജോയ് മ്യൂസിക് ആൻഡ് BGM വേറെ ലെവലാണ്. നിങ്ങൾ തൂത്ത് വാരി കേട്ടോ. പടത്തിനെ കൊണ്ടുപോയത് നിങ്ങളാണ്, ഒന്നും പറയാനില്ല. സിനിമാറ്റോഗ്രാഫർ വിജയ് എന്ന് പറഞ്ഞൊരു പയ്യനാണ്. എഡിറ്റർ ഷമീർ മുഹമ്മദ്. സൗണ്ട് ഡിപ്പാർട്ട്മെന്റ് രംഗനാഥ് രവി. ഒരു രക്ഷയില്ല, അടിപൊളി. സൗണ്ട് ഡിസൈനൊക്കെ വേറെ ലെവലായിരുന്നു, ഒന്നും പറയാനില്ല. എന്തായാലും ടോപ്പ് നോച്ച് ക്രൂ ആണ്. ആൻഡ് സിനിമ വാസ് വാച്ചബിൾ. പടം ചുമ്മാ ഇങ്ങനെ കണ്ടിരിക്കാം എന്നുള്ള ഒരു ഫീലിംഗ് ആണ് എനിക്ക് കിട്ടിയത്. ഇറ്റ്സ് ടോക്ക് അബൌട്ട് ദ മുത്തങ്ങ ഇൻസിഡൻറ്റ്. നമ്മളെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ ടി വിയിൽ ഏഷ്യാനെറ്റിലൊക്കെ കണ്ടുകൊണ്ട് അവരൊക്കെ അമ്പും വില്ലൊക്കെ ആയിട്ട് നിൽക്കുന്നതും പോലീസ് ഓപ്പൺ ഫയർ ചെയ്തതും അത് വലിയ വിഷയമായതും അന്നത്തെ ഗവൺമെൻറ്റിന് അതൊരു വലിയ നാണക്കേടായതും അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ കടന്നു പോയ ഒരു ടൈമായിരുന്നു അത്. ആ ഒരു ഇൻസിഡൻറ്റിനെ അവരെ പെർസ്പെക്റ്റീവിൽ കാണിക്കുന്നു എന്നുള്ളതാണ്. അല്ല ഇതാണ് സത്യം എന്നൊന്നും ഒരിടത്തും പറയുന്നൊന്നുമില്ല. ദിസ് ഇസ് ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി അല്ലെ ട്രൂ ഇവൻ്റ് ഒന്നും എവിടെ എഴുതി കാണിച്ചതായിട്ട് ഞാൻ കണ്ടില്ല. ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ, അതായത് ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ ഇന്ത്യ മഹാരാജ്യത്തും ലോകത്തൊക്കെ നടന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ സത്യം തേടി പോകാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളൊക്കെ മെൻ്റലാവും. എവരിബഡി ഹാവ് ദെയർ ഓൺ റീസൺസ് ടു ഡു ദീസ് കൈൻഡ് ഓഫ് തിങ്സ്. പക്ഷെ അവിടെ അവർക്ക് വേണ്ടിയിരുന്നെന്ന് പറഞ്ഞാൽ ഒരു ഷെൽട്ടർ, അവരുടേതായ സ്ഥലം, അതിന് വേണ്ടി പോരാടിയ കുറച്ച് മനുഷ്യർ. അത് വിട്, എന്തെങ്കിലും ആവട്ടെ. പക്ഷേ അതിനെ വെച്ചിട്ടാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. കുറേയൊക്കെ നല്ല കാര്യങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ. കുറേയൊക്കെ ഒരു ഡൈനാമിക്സ് ഒക്കെ കാണിക്കുന്നുണ്ട്. അതായത് ടൊവിനോയുടെ ക്യാരക്ടർ ഇസ് വെരി നൈസ്. ഒരു ഗ്രേ ഷെയ്ഡഡ് ആയിട്ടുള്ള ക്യാരക്ടർ, വളരെ സെൽഫിഷ് ആയിട്ടുള്ള സ്വന്തം കാര്യം എന്ന് ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ്റെ ആ ഒരു അവസാനത്തെ ഒരു ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോൾ വരുന്ന ആ ഒരു റെവലേഷനൊക്കെ അത്യാവശ്യം നൈസായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ടൊവിനോ. ആൻഡ് ഇമോഷണൽ സീൻസ് ആർ ഓൾസോ ഗുഡ്. എവരിബഡി വാസ് ഗുഡ്. സുരാജ് ഏട്ടൻ വാസ് ഗുഡ്. എല്ലാവരും നല്ല തന്നെയായിരുന്നു. ആൻഡ് ഫസ്റ്റ് ഹാഫിലൊരു പ്രണയമൊക്കെ ഉണ്ട്. ഓക്കെ, കണ്ടുകൊണ്ടിരിക്കും. ഞാൻ അതാണ് പറഞ്ഞു, ഒരു സിനിമാറ്റിക് രീതിയിൽ തന്നെയാണ്. നിങ്ങളൊരു വെട്രിമാരൻ്റെ പടം എന്നൊക്കെ പറഞ്ഞ് ഇതിഞ്ചിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഡിസപ്പോയിൻറ്റഡ് ആവും. അങ്ങനത്തെ ഒരു സാധനമല്ല. ഒരു എന്താ പറയുക, ആ ഒരു ഇൻസിഡൻറ്റിനെ ഒരു സിനിമാറ്റിക് രീതിയിൽ മാറ്റിയ ഒരു സിനിമ വിച്ച് ഹാസ് എ ഗുഡ് മെസ്സേജ്, വിച്ച് ഹാസ് എല്ലാം കൊള്ളാം. ഞാൻ കൊള്ളാം. പക്ഷേ ദർ ആർ സർട്ടൺ ടൈംസ് എനിക്ക് ഭയങ്കര ലോജിക്കലി ഇൻകറക്റ്റായിട്ട് തോന്നിയ കുറേ സാധനങ്ങളുണ്ട്. അതായത് ഞാൻ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലറാണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതിനെ മിണ്ടാത്തത്. ഞാൻ മിക്ക സിനിമകളും എനിക്ക് തുറന്നടിച്ച് പറയണമെന്നുണ്ട്. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തിനിടെ നിങ്ങളൊക്കെ പിന്നെ സിനിമ കാണുന്നത്. ദർ ഇസ് എ തിങ് ഐ വാസ് ലൈക്ക് ബ്രോ ഹീസ് ജസ്റ്റ് എ കോൺസ്റ്റബിൾ. ലൈക്ക് റിയലി ലൈക്ക് ചില ഞാൻ എക്സ്പോസിഷന് വേണ്ടിയിട്ടാണ് അത് അങ്ങനെ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായി. ബട്ട് സ്റ്റിൽ ഐ ഡോണ്ട് നോ. ആ കുറച്ച് സാധനങ്ങളൊന്നും മാറ്റി റൈറ്റിങ്ങിൽ കുറച്ചും കൂടെയൊക്കെ അവർ ആ സെക്കൻഡ് ഹാഫിൽ സെറ്റ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടി നൈസ് പടമായിരുന്നു അതിനത്. എന്നാൽ തന്നെ അത്യാവശ്യം കൊള്ളാം. ആ ഒരു അവസാനത്തെ പരിപാടിയൊക്കെ ഇറ്റ്സ് വെരി പ്രെഡിക്റ്റബിൾ സ്റ്റോറി, നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. അപ്പോൾ എന്തിനാണെങ്കിലും അത് വളരെ നന്നായിട്ടൊക്കെ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. വൺ ടൈം വാച്ച് എന്നുള്ള രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തത്. അല്ലാതെ ഒരു മെഗാ അടിപൊളി ജുങ്കാങ്കളി പടമൊന്നും പറയാനില്ല. അതാണ് എനിക്ക് സിനിമയെപ്പറ്റി തോന്നിയത്. ഇത് തികച്ചും എൻ്റെ അഭിപ്രായമാണ്, എൻ്റെ മാത്രം അഭിപ്രായം. നിങ്ങളും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ പറയുക കേട്ടോ. ഞാൻ പോണേ.